ബഹുമാന്യ സദസ്, നിങ്ങളെവർക്കും കൊല്ലം കൃഷ്ണശ്രീയുടെ സ്നേഹസ്വാഗതം. അടുത്ത ബെല്ലിന് നൃത്തനാടകം ആരംഭിക്കും. താന്ത്രിക വിധികളാലും വേദമന്ത്ര ധ്വനികളാലും പാപകർമ്മങ്ങൾക്ക് പരിഹാരപൂർത്തിയായി കുടികൊള്ളുന്ന പൊന്മന ശ്രീ തൂമ്പിലാൻകുടി മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീന തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കൊല്ലം കൃഷ്ണശ്രീക്ക് ഒരു നൃത്തനാടകം അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന സംഘാടക സമിതി സുഹൃത്തുക്കൾക്കും ആഘോഷ കമ്മിറ്റി സുഹൃത്തുക്കൾക്കും കൊല്ലം കൃഷ്ണശ്രീയുടെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ നൃത്തനാടകം മഹാദേവന് നേർച്ചയായി സമർപ്പിക്കുന്നത് പൊന്മന ജവാൻ വെൽഫെയർ ട്രസ്റ്റ് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൊല്ലം കൃഷ്ണശ്രീയുടെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്ന് ഈ നൃത്തനാടകം പൊന്മന മഹാദേവന് നേർച്ചയായി സമർപ്പിക്കുന്നത് പൊന്മന ജവാൻ വെൽഫെയർ ട്രസ്റ്റ് അതിന്റെ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എന്നും നന്മകൾ വരട്ടെ എന്ന് കൊല്ലം കൃഷ്ണശ്രീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാന്യ സദസ്സിന് കൊല്ലം കൃഷ്ണശ്രീയുടെ സ്നേഹവന്ദനം. മുൻ വർഷങ്ങളിൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിന്, അംഗീകാരത്തിന്, വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കൊല്ലം കൃഷ്ണശ്രീയുടെ ദേവകീ നന്ദനൻ. നിന്റെ ശുദ്ധഭക്തിയിൽ നാം സന്തുഷ്ടയാണ് പുത്രി. ഈ ദേവതീർത്ഥ ഭൂമിയിൽ മുടങ്ങാതെ നവദുർഗാവ്രതം അനുഷ്ഠിക്കുന്ന ആഭീര വംശത്തിലെ വ്രതവയ്ക്ക് എന്ത് വരമാണ് നാം നൽകേണ്ടത്? അമ്മേ, കലിക്കിനി 1200 വർഷം. പക്ഷേ കലി പോലും ഭയന്ന് കാട് കയറി കഴിഞ്ഞു. ദുഷ്ടരാജ പ്രഭുക്കളെ കൊണ്ട് സഹികെട്ടു കഴിഞ്ഞ ഭൂമി. ദുർദർശനങ്ങൾ, ദുർമരണങ്ങൾ, ദുരന്തങ്ങൾ, ദുശദിനങ്ങൾ ഭയക്കുന്നു സാധുക്കൾ. അതിനൊരു പരിഹാരം കനിഞ്ഞരുളണം അമ്മ മഹാദേവി. എല്ലാത്തിനും പരിഹാരം നിന്നിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ പോകുന്നു. എന്നിൽ നിന്നോ? അതെ, ആഭീര വംശത്തിന്റെ രാജഗൃഹത്തിൽ മഹാവതിയിൽ അത് സംഭവിക്കും. നിന്റെ പ്രിയപുത്രൻ ദേശരാജന്റെ പത്നി ദേവകീ ദേവിയിൽ പിറക്കുന്ന 2 പുത്രന്മാർ. അവർ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പുനർജന്മമായിരിക്കും. പുനരവതാരം. അമ്മേ മഹാദേവി, ഒരു യുഗപ്പിറവിയുടെ ദിവ്യ അവതാരം. മറ്റാരും അറിയാൻ പാടില്ലാത്ത രഹസ്യം. കാലമെത്തുമ്പോൾ അത് നാം തന്നെ ലോകത്തിന് ബോധ്യപ്പെടുത്തും. നമ്മുടെ ഭക്തനായ ചന്ദ്രപട്ടനിലൂടെ അവർ ആഭീര വംശത്തിന്റെ സൗഭാഗ്യം, മഹാവതിയുടെ ഔന്നത്യം അവർ കാക്കും. ഈ അവനിയെ
വിചാരണയില്ലാത്ത വിധി വെട്ടി നുറുക്കി കൊന്നു ധർമ്മം ഉപദേശിക്കാൻ വന്ന കിഴവ സന്യാസിമാർ മാഗധത്തിന്റെ മഹാമന്ത്രി മഹാരാജാവ് ജമ്മുകൻ കൽപ്പിക്കും, സാമന്തൻ നിർവഹിക്കും. അതാണ് ഇവിടുത്തെ ധർമ്മം, അതാണ് ഇവിടുത്തെ നീതി. എതിർത്തു വരുന്നവർക്ക് പിന്നെ ശിരസില്ല പ്രഭു. കൊല്ലും കൊല്ലും ക്രൂരമായി. ഇത്രയ്ക്ക് പാപം കുന്നുകൂട്ടണോ സാമന്ത? ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ ഉപദേഷ്ടാവ് ചന്ദ്രഭട്ടനും ധർമ്മം ഉപദേശിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു തിരുരഹസ്യം മാഗധനെ അറിയിക്കാൻ വന്നു. അത് ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ കൽപ്പന. മാഗധവും മാഗധനും കരുതിയിരുന്നു കൊള്ളാൻ. എന്തിന് ചന്ദ്രഭട്ടൻ? മഹാവതിയിലെ ദേശരാജന്റെയും ദേവകീ ദേവിയുടെയും 2 പുത്രന്മാർ ആഹ്ലാദനും ഉദയസിംഹനും അവർ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പുനരവതാരമാണെന്ന്. നവദുർഗാ പൂജ കഴിഞ്ഞ് നിവർന്ന ചന്ദ്രഭട്ടന് ദേവി വെളിപ്പെടുത്തിയ ദിവ്യ രഹസ്യം. ദേവിയോ? ഏത് ദേവി? ചന്ദ്രഭട്ടൻ, അങ്ങയുടെ ത്രികാലജ്ഞാനം തൊട്ടുള്ള വൈഭവങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതല്ല. ആഭീരവംശത്തിലെ 2 പശുപാലകന്മാർ, അതിനപ്പുറം ഒരു മഹത്വവും സാമന്തൻ കൽപ്പിക്കുന്നില്ല, അവർക്ക് കൽപ്പിക്കുകയുമില്ല. അത് അവരോടുള്ള നിന്റെ വിദ്വേഷം. അതെ, വിദ്വേഷം തന്നെ. മഹാവതിയിലെ ദേവകി ദേവിയോട്, അതായത് എന്റെ പെറ്റമ്മയോടുള്ള തീർത്താൽ തീരാത്ത വിദ്വേഷം. എങ്കിലും ത്രികാലജ്ഞാനിയായ ചന്ദ്രഭട്ട, ദേവി മുമ്പ് ഒരിക്കലും വെളിപ്പെടുത്താത്ത ഈ ദിവ്യ രഹസ്യം ദേവിക്ക് ഇപ്പോഴോ വെളിപ്പെടുത്താൻ തോന്നിയത്? തോന്നിയതെന്ന് ഒരുപക്ഷെ കാലമെത്തുമ്പോൾ അത് ലോകമറിഞ്ഞാൽ മതിയെന്ന് ദേവി നിശ്ചയിച്ചിട്ടുണ്ടാകും. ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പുനരവതാരം പോലും. അതെ, ഈ വാർത്ത ഇപ്പോൾ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് ഒഴുകി കഴിഞ്ഞോ? ആളുകൾ ദിവ്യദർശനം തേടി മഹാവതിയിൽ നിറഞ്ഞു കവിഞ്ഞോ? അടിയിൽ ഒന്ന് പോകാനാ? ദർശനം കണ്ടു മടങ്ങാനല്ല, അവരുടെ ശുഭമുഹൂർത്തങ്ങളെ അശുഭമാക്കാൻ. എങ്ങും എവിടെയും സാമന്തനുണ്ടാകുമെന്ന് അറിയിക്കാൻ, കീഴ്പ്പെടുത്താൻ. ആ കാലശക്തിയെ ഏത് ശക്തിയായാലും സാക്ഷാൽ ശ്രീ ശങ്കരനല്ലാതെ ആർക്കെങ്കിലും സാമന്തനെ കീഴ്പ്പെടുത്താൻ കഴിയുമോ? എന്റെ പൊന്ന് ചന്ദ്രഭട്ട, ഇങ്ങോട്ട് നോക്ക്. ശത്രുവിന്റെ ശിരസ്സെന്നും ഈ ഉടവാളിൽ ഇരയാണ് പ്രഭു. അത് ആരായാലും. എനിക്കവർ ശത്രുക്കളല്ലല്ലോ, സർവശക്തി സ്വരൂപങ്ങൾ. കന്നിമാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ടിയിൽ ദേവകീ ദേവി ജന്മമേകിയ പുത്രൻ ആഹ്ലാദൻ, ബലരാമദേവന്റെ പുനർജന്മം. ചിങ്ങമാസത്തിലെ മറ്റൊരു അഷ്ടമിക്ക് അർദ്ധരാത്രിയിൽ രോഹിണി നക്ഷത്രത്തിൽ പിറന്ന അത്ഭുത ബാലൻ ഉദയസിംഹൻ. ഭഗവാൻ നാരായണന്റെ ശ്രീകൃഷ്ണന്റെ പുനരവതാരം ആഹ്ലാദനും ഉദയസിംഹനും.
ഇവർ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പുനരവതാരം. ആഭീരദേശത്തെ വ്രതപയ്ക്ക് ദേവി കൊടുത്ത വരം പോലെ തന്നെ തപസ് ചെയ്ത കലിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകിയ മറ്റൊരു വരം. ഭൂഭാര ദുഷ്ടപ്രഭുക്കളെ അനുഗ്രഹിച്ച് അവർ അപഹരിച്ച കലിയുടെ സ്ഥാനങ്ങൾ കലിക്കേകുമെന്ന് കാലധർമ്മം സ്ഥാപിക്കാൻ ഒരു പുനരവതാരം. ആഹ്ലാദനും ഉദയസിംഹനും. സിംഹാസനത്തിൽ ഇന്ന് ഈ ഉടപാടും കിരീടവും മാത്രമായി പോയെങ്കിലും അങ്ങുണ്ടല്ലോ ഞങ്ങൾക്കൊപ്പം. മഹാരാജൻ, ആഭീര വംശത്തിന് ഇനി ഭയക്കണ്ടാരേ. നമ്മുടെ 2 മക്കൾ, 2 ആൺകരുത്തുക്കൾ, സർവവേദങ്ങളും വേദാന്തങ്ങളും അളവും അഭ്യാസവും കഴിഞ്ഞെത്തിയിരിക്കുന്നു മഹാവതി. മാത്രമല്ല, ഇന്ന് ഉദയസിംഹന്റെ ജന്മോത്സവമാണ്. രോഹിണി നക്ഷത്രം. അതുവരെ കാത്തിരിക്കാൻ നമുക്ക്. ഗുരുകുലത്തിൽ നിന്ന് അവൻ മഹാവതിയിൽ മടങ്ങിയെത്തിയ ആദ്യ മഹോത്സവം കൂടി. ആളുകൾ ആനന്ദം കൊണ്ട് മതിമറന്നു തുടങ്ങി. അവരവനെ സ്നേഹം കൊണ്ട് വാരി തുടരുന്നു. അമ്മേ, എന്റെ പൊന്നുമക്കൾ, നിങ്ങളെ കുറിച്ച് ഓർത്ത് അമ്മ അഭിമാനിക്കുന്നു. അമ്മയെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഈ ഉടപാടും കിരീടവും സാക്ഷിയാക്കി ദേവകി ദേവി കൽപ്പിക്കുന്നു. ആടിപ്പാടി തിമിർക്കാം നമുക്ക് ഈ ജന്മോത്സവം.
ആനന്ദത്തിൽ മുഴുകി അടിയനും മതിമറന്ന് നിൽക്കുകയായിരുന്നു. ഇത് വിഷ്ണുമായ ശക്തിയുടെ വൈഭവം കൊണ്ട് അടിയന് വെളിപ്പെട്ട രഹസ്യങ്ങളുടെ താളിയോലക്കെട്ട്. ഇത് വ്യാസനും എഴുതി തീർത്തിട്ടുണ്ട് ചന്ദ്രഭട്ട. 18ാമത്തെ ദിവ്യപുരാണം, ഭവിഷ്യ മഹാപുരാണം. അത് ഭാവികാല വ്യാഖ്യാനം ചന്ദ്രഭട്ട. ചന്ദ്രഭട്ട, ഭഗവാനെ, അങ്ങേക്ക് എന്നോടുള്ള മമത ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിനും സുഹൃത്ത് മാഗധനും മാളവനും മഞ്ജീരനും ഒക്കെ സഹിക്കുമോ? അവർക്കിടയിൽ സാധുവായ അങ്ങ് എങ്ങനെ കഴിയുന്നു? അമ്മയുടെ അനുഗ്രഹം കൊണ്ടും അങ്ങയുടെ കൃപ കൊണ്ടും. അല്ലെങ്കിൽ കൊന്നു കളഞ്ഞേനെ എന്നെ. കൊന്നും തിന്നും മദ്യം സേവിച്ചും മതി മറക്കുക അവർ. അവരല്ലേ ഇപ്പോൾ കലിയുടെ പ്രതിരൂപങ്ങൾ. ഭഗവാനെ, അടിയൻ മുമ്പ് പലതവണ വന്നിട്ടുണ്ട് ഇവിടെ. അന്നൊന്നും പറയാത്ത ആ രഹസ്യം ദേവകീ ദേവിയോട് പറയണമെന്നുണ്ട്. അവർ കാത്തിരിക്കുന്ന ആ മകൻ മാഗധത്തിലുണ്ടെന്ന്. ക്രൂരതയുടെ ഉരുണ്ടു തടിച്ച ആ ഭീകര രൂപം. വേണ്ട ചന്ദ്രഭട്ട, വേണ്ട. അവൻ വരും ഇവിടെ. വരാതിരിക്കില്ല. എല്ലാം ഒരു നിമിത്തമായി തീരട്ടെ. ഭഗവാനെ, സാമന്തന് ആവശ്യമുണ്ട് എനിക്ക്. അവന്റെ ഓരോ ചുവടുവയ്പും എന്റെ ജന്മലക്ഷ്യം വേഗമാക്കുന്നു. അതേ ചന്ദ്രഭട്ട. എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ. പിന്നെ മറ്റൊരു സന്ദേശം കൂടി അറിയിക്കാനുണ്ട് അടിയനെ. അങ്ങേക്ക് ഏറെ പ്രിയം തോന്നുന്ന ഒരാൾ മാഗധത്തിലുണ്ട്. മാഗധപുത്രി മനോമുഖി. ആ രാജപുത്രി കാത്തിരിക്കുന്നു അങ്ങേ. അടിയൻ പലതവണ അങ്ങയെക്കുറിച്ച് മാഗധനോട് പറഞ്ഞറിഞ്ഞുണ്ടായ മോഹം. പോകും. മാഗധത്തിന്റെ മായയെ തോൽപ്പിച്ച് ഒരു നാൾ എത്തും അവിടെ. 7 ഗോപുരങ്ങളും 7 മതിലുകളും കാവൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ഭടന്മാരും അറിയാതെ. ഭഗവാനെ, എനിക്കും കാണണം ചന്ദ്രഭട്ട ആ സൗന്ദര്യ സൗഭാഗ്യത്തെ. കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. അടിയൻ മടങ്ങുന്നു. കിട്ടിയ ദർശന പുണ്യത്തോടെ, വീണ്ടും കാണാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ. സാമന്ത ആടിത്തിമർക്കിട്ടതാണ്. എല്ലാം ഇനി അവനിലൂടെ. കുഞ്ഞെ, ഉദയസിംഹ, ഇത്ര കാലവും ഞാൻ മഹാവതിയെ കാത്തുപോറ്റി. കഴിവുള്ള മന്ത്രിമാരുടെ, കരുത്തുള്ള സൈന്യാധിപന്മാരുടെ, സ്നേഹമുള്ള പ്രജകളുടെ സഹായത്താൽ ഇന്ന് ഈ ഉടവാളിനും കിരീടത്തിനും പകരം ഈ സിംഹാസനത്തിൽ ഉറച്ചിരിക്കാൻ വേണം ഒരാൺകരുത്ത്. ഉണ്ടല്ലോ ആ ആൺകരുത്ത്, എന്റെ ഉദയസിംഹൻ. ജ്യേഷ്ഠ, ജന്മം കൊണ്ട് ഞാൻ ജ്യേഷ്ഠൻ. മറ്റെല്ലാം കൊണ്ടും ജ്യേഷ്ഠൻ മാത്രമല്ല, ശ്രേഷ്ഠനും നീയാണ്. നിന്റെ തണലില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ? ഈ പ്രപഞ്ചമുണ്ടോടാ? സർവപ്രപഞ്ചത്തിലും ഞാനുണ്ട്, സർവപ്രപഞ്ചം എന്നിലും. പക്ഷേ ഈ മഹാവതിക്ക് അവകാശി എന്റെ ജ്യേഷ്ഠനല്ലാതെ മറ്റൊരാളില്ല. ഉണ്ട്. സാമന്തൻ, ദേവകീ ദേവിയുടെയും ദേശരാജന്റെയും ഉപേക്ഷിക്കപ്പെട്ട പുത്രൻ, രേവതി നക്ഷത്രത്തിന്റെ ഗന്ധാന്തത്തിൽ കുലം മുടിക്കാൻ പിറന്നവൻ പോലും, സ്വന്തം അമ്മ പോലും കനിവ് കാട്ടാതെ കൊല്ലാൻ കൊടുത്തു വിട്ടവൻ. കുഞ്ഞേ, അതെ അതെ അതെ. അമ്മീന്റെ പാലിന്റെ മധുരം നുണഞ്ഞു തീരും മുമ്പ് അമ്മയിൽ നിന്ന് വലിച്ചകറ്റപ്പെട്ടവൻ. അന്നു ഈ തിരുദൈവങ്ങളെ സാക്ഷിയാക്കി ഈ അമ്മയെ കരുതിക്കൂട്ടി വേദനിപ്പിക്കാൻ കുലം മുട്ടിക്കാൻ പിറന്നവൻ. കുലം മുട്ടിച്ചയാകുന്നു. ദേവകി മാതാവേ, ഞാൻ ജനിച്ചതോ എന്നെ ജനിപ്പിച്ചതോ കുറ്റം? അയ്യോ, കാളിന്തിയിലെ കുഞ്ഞോളങ്ങൾക്ക് കരുണ തോന്നിയതുകൊണ്ടും ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ പുരോഹിതൻ കണ്ടതുകൊണ്ടും വളർന്നു സാമന്തൻ. ദേവകി മാതാവേ,
ഈ കുഞ്ഞു സാമന്തൻ ചോദിക്കുമായിരുന്നു, ആരെങ്കിലും എന്റെ അമ്മയെ കണ്ടവരുണ്ടോ? പിന്നീട് നിങ്ങളോടുള്ള എന്റെ വെറുപ്പ് ശ്രീശങ്കരനിലേക്കുള്ള കുതിപ്പായിരുന്നു. ശ്രീശങ്കരൻ നിശ്ചയിക്കണം എനിക്കിനി എന്ത് സംഭവിക്കണമെന്ന്. എന്റെ അന്ത്യം പോലെ വരും സാമന്തൻ ഇനിയും നിങ്ങളുടെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഒരു ശാപമായി. അമ്മേ, എനിക്കൊന്നും അറിയില്ല. നീ എന്നോടൊന്നും ചോദിക്കേ വേണ്ട. ഉദയസിംഹ, വേദനിപ്പിക്കും. വേണ്ടുവോളം അവൻ അമ്മയെ അത് നോക്കി നിൽക്കാൻ കഴിയുമോ നമുക്ക്? കഴിയണം. കഴിഞ്ഞേ മതിയാകൂ. അവനൊന്ന് അഹങ്കരിക്കട്ടെ. ആവോളം കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ പശുക്കളെ കെട്ടിമുറുക്കി കൊണ്ടുപോകാൻ നോക്കുന്നു ആരോ. മറ്റാരുമല്ലത് സാമന്തനം. മഹാവതിയിൽ എന്തിനും എനിക്കുമില്ലേ അവകാശം? ഇല്ലേന്നും പശുതാനല്ലേ നീ? നിന്റെ കുറെ പശുക്കളെ സാമന്തൻ പിടിച്ചു കെട്ടി. എന്തേ പ്രതികരിക്കണ്ട? നിനക്ക് പ്രതികരിക്കണ്ടെന്ന്. അന്ന് മഹാവതിയിലെ കുതിരകളെ ചൊല്ലി മാഗധനുമായി തർക്കമുണ്ടായി. മഹാവതിയിലെ ദേശരാജനെ മാഗധപുത്രൻ കാളിയൻ കഴുത്ത് ചേർച്ചു കൊന്നു. എന്നിട്ട് അറുത്തെടുത്ത ശിരസ് ഉടവാളും ഈ പടിക്കൽ കാഴ്ചവെച്ചു. ഈശ്വരന്മാർ പിറന്നു വീണ ഇവിടെ എന്തേ ഇങ്ങനൊരു ദുർമുഹൂർത്തം ഉണ്ടായി? അത് തടയാൻ എന്തുകൊണ്ട് നിങ്ങൾ ദൈവങ്ങൾക്ക് കഴിഞ്ഞില്ല? അതോ അതും എന്റെ ജന്മദോഷം കൊണ്ടോ? സാമന്ത, സ്വന്തം അമ്മയെ വൈധവ്യത്തിൽ നിന്ന് രക്ഷിക്കാനെങ്കിലും കഴിയുമായിരുന്നില്ലേ? എങ്കിൽ ഈ സിംഹാസനത്തിൽ ഈ ഉടവാളും കിരീടവും മാത്രം അവശേഷിക്കുമായിരുന്നോ? അതിന് പോലും കഴിയാത്ത നിങ്ങൾക്ക് പിന്നെ ഏത് ദൈവത്തിന്റെ മഹത്വം പ്രഭു? പിടിച്ചു കെട്ടിയ പശുക്കളുമായി മടങ്ങുക സാമന്തൻ. എതിർക്കാമെങ്കിൽ എതിർക്കാം. എതിർക്കാൻ ഞാനായാലും പോരെ. നീയോ? ഈ കാറ്റും കോളും തടയാൻ നിനക്കാവില്ല ബലരാമ. നീ വെറും 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 ശിശുവ ബലരാമ. നിന്നെ വേണ്ട ജ്യേഷ്ഠ, വിട്ടേക്ക്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആഹ്ലാദൻ അറിഞ്ഞു. ഈ ഉടവാൾ കയ്യിലുള്ളിടത്തോളം ശ്രീശങ്കരന്റെ തൃശൂലത്തിനെ എന്നെ കീഴടക്കാൻ കഴിയും. അത് സാമന്തൻ നേടിയ ബലം, വരവും. നീയും അവനെ ഭയക്കുന്നു. ജ്യേഷ്ഠ, എങ്കിൽ ആയുധമെടുക്കരുതോ അവനെതിരെ? സാധ്യമല്ല. സാധ്യമല്ലെന്നോ? അതെ, അവന്റെ കൈകളിൽ ആ ഉടവാൾ ഉള്ളിടത്തോളം കാലം അവനെ തോൽപ്പിക്കുക അസാധ്യമാണ്. മാത്രവുമല്ല, അവൻ നിരായുധനായി നിന്നാലും അവനെ നേരിടാൻ കഴിയില്ല ആർക്കും. ആയുധമില്ലാതെ നിൽക്കുന്ന അവനെ എതിർക്കുന്നവരെ നേരിടാൻ ആയിരക്കണക്കിന് രുദ്രന്മാർ പടക്കളത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ചങ്ങല കൊണ്ടോ പാശം കൊണ്ടോ ബന്ധിക്കാൻ കൂടി ആർക്കും കഴിയില്ല അവനെ. ജ്യേഷ്ഠഭ്രാതാവേ, ആർക്കെങ്കിലും അവനെ കീഴടക്കണമെങ്കിൽ വർഷത്തിൽ അവൻ ആയുധം തൊടാത്ത ഒരു ദിനമുണ്ട്, ദുർഗാ നവമി. അതും ആയുധം കൂടാതെ വേണം അവനെ നേരിടാൻ. എത്ര കാലം അവനെ സഹിക്കേണ്ടി വരും നമുക്ക്? രേവതി നക്ഷത്രത്തിന്റെ ഗണ്ഡാന്തത്തിൽ ജനിച്ച അവൻ കുലം മുടിക്കുമെന്ന് പ്രവചനം. നനച്ചിരിക്കാത്ത നേരത്ത് കാരണവർ വസുമാന്റെ മരണം. പിന്നീട് ആരും കാത്തുനിന്നില്ല. കൊല്ലാൻ കാളിന്തിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അപ്പോ സർവകാലവും അവനെ സഹിക്കണമെന്നോ? ആഭീരവംശത്തിനെ ആശ്രയിക്കാൻ, അവരോട് ആജ്ഞാപിക്കാൻ ഒരാൾ വേണം ഈ സിംഹാസനത്തിൽ.
ആ ഭീരവംശം ആനന്ദിക്കുമെങ്കിൽ ഗേരെ പിണ്ടവും ദാനവും പിതൃപൂജയും കഴിഞ്ഞ് മടങ്ങി വന്നാകാം എല്ലാം. അമ്മേ, അമ്മേ, ആഭീരനാരികളുടെ മംഗലഗീതങ്ങളും പശുക്കുട്ടികളുടെ ഒച്ചയും ഒന്നും എങ്ങും കേൾക്കുന്നില്ലല്ലോ. അമ്മയും മൗനം ഭജിക്കുന്നോ? സാമന്തൻ അവന് ജീവനോടൊന്ന് കാണാൻ ഈ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ അവന്റെ ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങനെ അവനോട് പറയാൻ കഴിയുന്നേ? മനഃപൂർവ്വം ഞാൻ അവനെ ഉപേക്ഷിച്ചതല്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ അവൻ? ഇല്ല, വിശ്വസിക്കില്ലവൻ. പിന്നെ എന്ത് ചെയ്യണം? അവനെ എനിക്ക് സ്വന്തമാക്കാൻ, സ്നേഹിക്കാൻ, ലാളിക്കാൻ, അതോ വെറുപ്പ് മാത്രം അവൻ എന്നോട്? പുതിയ സിംഹം, അതിൽ നിന്ന് അവനെ മാറ്റാൻ ആർക്കും കഴിയില്ലേ? ആർക്കും ഇല്ല. എല്ലാത്തിനും നിനക്ക് കഴിയുമല്ലോ. കൊല്ലാനും വെല്ലാനും ശിക്ഷിക്കാനും രക്ഷിക്കാനും എല്ലാം കഴിയില്ലേ? കഴിയില്ലേ എന്ന് അതിന് വേണ്ടിയല്ലേ നീ? അമ്മേ, കഴിയും. നിനക്ക് കഴിയാത്തതായിട്ട് എന്ത്? അവന്റെ കുറ്റം കൊണ്ടല്ലല്ലോ അവൻ ഇങ്ങനായി പോയത്. കുഞ്ഞേ, അമ്മ നിന്നോടൊന്ന് അപേക്ഷിച്ചോട്ടെ. കൊല്ലല്ലേടാ നീ അവനെ. അമ്മേ, സ്നേഹത്തിൻ വാതിങ്കത്തൂവൊളി തൂകുന്നു നന്മ മനസ്സല്ലോ അമ്മ, നന്മ മനസ്സല്ലോ അമ്മ.